നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു കടന്നാക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു മൃദു സമീപനമാണ് എപ്പോഴും CPM-നോടും പിണറായി സർക്കാരിനോടും രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം രാഹുൽ ഗാന്ധി പിണറായി വിജയനെയും കേരളത്തിലെ CPM-നെയും കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടു. ഇതിപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. അതായത് കോൺഗ്രസും CPIM-ഉം മറ്റു പാർട്ടികളും ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇടവച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. വനിതാ സംവരണ ബില്ലിനോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയത്തിലെ നിലപാട് ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ നിന്ന് CPM-CPI ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിന്നു എന്ന വിവരം പുറത്തേക്ക് വരികയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇടത് മുന്നണിക്കെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിലമറന്നാണ് പെരുമാറിയത് എന്നും CPIM BJP-യുടെ B ടീമാണെന്നതടക്കമുള്ള വിമർശനങ്ങൾ സീമകൾ ലംഘിച്ചു എന്നുമാണ് ഇടത് കേന്ദ്രങ്ങളുടെ കുറ്റപ്പെടുത്തൽ. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ജനറൽ സെക്രട്ടറി D രാജയും പ്രതിപക്ഷ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിലും പകരം പ്രതിനിധികളെ ഇവർ അയച്ചു. CPM പ്രതിനിധിയായി നീലോത്പൽ ബസുവും CPI പ്രതിനിധിയായി ആനി രാജയുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. BJP-ക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പരാമർശങ്ങൾ എന്നാണ് ഇടത് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിപക്ഷ ഐക്യം ആവശ്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദേശീയ തലത്തിലെ സഹകരണത്തെ ബാധിക്കുന്ന കാഴ്ചയാണ് ഈ വിട്ടുനിൽക്കലിലൂടെ പ്രകടമാകുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിൽ വന്ന് ഇടത് സർക്കാരിനെതിരെ വലിയ ആക്രമണമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വിടുന്നത്.